സർ, കശ്മീരിനെ ഇന്ത്യക്കൊപ്പം ചേർക്കണമെന്ന് ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ച സർദാർ വല്ലഭായ് പട്ടേലായിരുന്നു. പക്ഷേ നെഹ്റുവിൻ്റെ ഇടപെടൽ കൊണ്ട് അത് സംഭവിച്ചില്ല. ഈ കാര്യം നമ്മൾ കഴിഞ്ഞ ദിവസം വളരെ വിശദമായിട്ട് തന്നെ ചർച്ച ചെയ്തു. അപ്പോൾ സാറ് പറഞ്ഞ ചില സൂചനകളുണ്ട്. അതായത് കശ്മീരിനെ ശരിക്കും ഇന്ത്യയോട് ചേർക്കാനായിട്ട് പ്രവർത്തിച്ച വേറൊരു ഓപ്പറേഷൻ ഉണ്ടെന്ന്. ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ ഒരു ദൗത്യം. അതെന്താണെന്ന് പറയാമെന്ന് പറഞ്ഞിരുന്നല്ലോ. RSSന്റെ സർസംഘചാലക് ഗുരുജി ഗോൾവൾക്കർ ആണ് ശരിക്കും കശ്മീരിനെ ഇന്ത്യയിൽ ചേർത്തത്. പട്ടേൽ പ്രത്യേക ദൗത്യമേൽപ്പിച്ച് പ്രത്യേക വിമാനത്തിൽ ഗോൾവൾക്കറെ കശ്മീരിലേക്ക് അയച്ചിട്ട് രാജാവ് ഹരിസിംഗിനെ അദ്ദേഹം കണ്ട് ഹരിസിംഗിനെ കൺവിൻസ് ചെയ്ത് അങ്ങനെയാണ് ഇന്ത്യയിൽ ചേരാം എന്ന് രാജാവ് സമ്മതിക്കുന്നത്. അധികം ശ്രദ്ധയിൽപ്പെടാത്തൊരു വിവരമല്ലേ സാർ? അതെ, അതുകൊണ്ട് അപ്പോൾ ആളുകൾ ചോദിക്കും എന്താ തെളിവെന്നൊക്കെ ചോദിക്കുമല്ലോ. അതെ, ഒന്ന്, ഹരിസിംഗിന്റെ മകൻ കരൺ സിംഗ് കോൺഗ്രസ് മന്ത്രിസഭയിലെ വിദേശകാര്യമന്ത്രിയൊക്കെ ആയിരുന്ന കരൺ സിംഗ് സന്ദീപ് ബംസായിയുടെ ഗിൽഡഡ് കേജ് എന്ന് പറഞ്ഞ പുസ്തകത്തിന് എഴുതിയ അവതാരികയിൽ ഗോൾവൾക്കർ വന്ന് ഹരിസിംഗിനെ മീറ്റ് ചെയ്യുന്ന ഭാഗം വിവരിച്ചിട്ടുണ്ട്. ഒന്ന്, മകൻ തന്നെ. രണ്ട്, അരുൺ ഭട്നാഗർ എഴുതിയ ഇന്ത്യ ഷെഡിങ് ദ പാസ്റ്റ് എന്ന പുസ്തകത്തിൽ ഈ ഓപ്പറേഷനെ പറ്റി വിവരിക്കുന്നുണ്ട്. അപ്പോൾ രണ്ട് പുസ്തകങ്ങൾ തന്നെ തെളിവായിട്ടുണ്ട്. അപ്പോൾ ഈ MS ഗോൾവൾക്കറിനെ 1947 ഒക്ടോബറിലാണല്ലോ ചേരുന്നത്. ഒക്ടോബറിലാണ് പട്ടേൽ പ്രത്യേക ദൗത്യവുമായിട്ട് അയക്കുന്നത്. അത് കഴിഞ്ഞ് ഈ ഇൻസ്ട്രുമെൻ്റ് ഓഫ് ആക്സഷൻ ഒപ്പിടാനായിട്ട് VP മേനോൻ വിമാനത്തിൽ പോകുന്നതൊക്കെ ഞാൻ സമീപകാലത്ത് ഡീത്രോൺഡ് എന്ന് പറഞ്ഞ പുസ്തകത്തിൽ വായിച്ചിട്ടുണ്ട്. രാവിലെ പോകേണ്ടതായിരുന്നു, കാലാവസ്ഥ മോശമായതുകൊണ്ട് വൈകിട്ടാണ് ചെന്നതെന്നൊക്കെ ആ പുസ്തകത്തിൽ പറയുന്നുണ്ട്. പക്ഷേ ഈ ഗോൾവൾക്കറിൻ്റെ പങ്ക് ഡീത്രോൺഡ് എന്ന് പറഞ്ഞ ആ പുതിയ പുസ്തകത്തിൽ ഞാൻ വായിച്ചിട്ടില്ല. അപ്പോൾ ഒക്ടോബർ 17 ചെല്ലുന്നു ഗോൾവൾക്കർ. 18-ാം തീയതിയാണ് ഹരിസിംഗുമായിട്ടുള്ള ചർച്ചകൾ നടക്കുന്നത്. അപ്പോൾ പാക് അധിനിവേശം വന്നു കഴിഞ്ഞപ്പോഴാണ് കശ്മീരിൽ പാകിസ്ഥാനെ ആക്രമിക്കുന്നു. പട്ടാളം ഗോത്രവർഗത്തിൻ്റെ കൂടെ ചേർന്ന് ഗോത്രവർഗം ആക്രമിക്കുകയാണ് എന്നുള്ള മട്ടിലാണ് കശ്മീരിനെ ആക്രമിക്കുന്നത്. പിന്നെ നിലയില്ലാതായിട്ട് ഹരിസിംഗ് ഇന്ത്യയിലേക്ക് ചേരേണ്ട ഘട്ടം വരുന്നു. അപ്പോൾ ശ്രീനഗറിലേക്ക് പറക്കുന്നത് ഗോൾവൾക്കർ 17-ാം തീയതിയാണ്. ഹരിസിംഗിൻ്റെ അന്നത്തെ പ്രധാനമന്ത്രി മഹാജൻ ആണ്. മഹാജനും ആ ദൗത്യത്തിനെ തുണയ്ക്കുന്നുണ്ട്, വേറെ രക്ഷയില്ലാതെ വന്നതുകൊണ്ട്. അപ്പോൾ 18-ാം തീയതി, ഒക്ടോബർ 18-ാം തീയതി ഹരിസിംഗിനെ ഗോൾവൾക്കർ കാണുമ്പോൾ പ്രധാനമന്ത്രി മഹാജനും ആ ചർച്ചയിൽ പങ്കെടുക്കുന്നുണ്ട്. ഹിന്ദു രാജാവെന്ന നിലയിൽ ഗോൾവൾക്കർ ഹരിസിംഗിനോട് പറഞ്ഞത്, ഹിന്ദു രാജാവെന്ന നിലയിൽ അങ്ങേക്ക് ഹിന്ദു പ്രജകളോട് ഉത്തരവാദിത്വമുണ്ട് എന്ന് പറഞ്ഞാൽ ഒരു മുസ്ലിം രാഷ്ട്രത്തിനോടല്ല അങ്ങയുടെ ഉത്തരവാദിത്വം, ഹിന്ദു പ്രജകളോട് ഉത്തരവാദിത്വമുണ്ട്. പൈതൃകപരമായി തന്നെ അങ്ങ് ഐക്യപ്പെടേണ്ടത് ഭാരതവുമായിട്ടാണ്. പൈതൃകം, പിന്നെ കണക്ടിവിറ്റി പ്രശ്നങ്ങൾ, അതായത് ഇന്ത്യയുമായിട്ട് ബന്ധപ്പെടാനുള്ള റോഡ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇല്ലേ, അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് പരിഹരിക്കാം എന്ന് ഹരിസിംഗിനോട് സംസാരിക്കുന്നു. മടിച്ചു നിന്ന രാജാവ് അങ്ങനെയാണ് വഴങ്ങുന്നത്. ഒരാഴ്ചയ്ക്കുള്ളിൽ, അതായത് ഒക്ടോബർ 26-ാം തീയതി ആണ് ഇൻസ്ട്രുമെൻ്റ് ഓഫ് ആക്സഷൻ ലയന ഉടമ്പടിയിൽ ഹരിസിംഗ് ഒപ്പുവെക്കുന്നത്. അത് VP മേനോൻ ആണ് ആ ഇൻസ്ട്രുമെൻ്റ് ഓഫ് ആക്സഷനുമായിട്ട് പോകുന്നത്. പക്ഷെ അതിനു മുമ്പ് രംഗമൊരുക്കണമല്ലോ, അത് ഗോൾവൾക്കറാണ് പോയി ചെയ്യുന്നത്. വിഭജനം കൊണ്ട് ഈ പലായനം ചെയ്തവരുടെ ഉത്കണ്ഠകളൊക്കെ ഗുരുജിയെ വല്ലാതെ അലട്ടിയിരുന്നു. ഒരുപാട് ഹിന്ദുക്കൾ പലായനം ചെയ്തു വരുന്നുണ്ടല്ലോ. അപ്പോൾ അവരെ അഭയാർത്ഥികൾ എന്ന് മറ്റുള്ളവർ വിളിക്കുന്നതിൽ തന്നെ ഗുരുജിക്ക് വല്ലാത്ത വിഷമം ഉണ്ടായിരുന്നു. ഹിന്ദുക്കളാണല്ലോ,
അവരെ അഭയാർത്ഥികൾ. അപ്പോൾ വേറൊരു പേരായിപ്പോയില്ലേ അവർക്ക്. അതെ. അഭയാർത്ഥികൾ എന്ന് വിളിക്കുന്നതിനെ അദ്ദേഹം അതിനോട് വിയോജിപ്പ് പ്രകടിപ്പിച്ചിരുന്നു, എതിർക്കുകയും ചെയ്തിരുന്നു. ഈ രാജ്യം എല്ലാവരുടേതുമാണ് എന്നാണ് ഗുരുജി പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ മാധവ് സദാശിവ് റാവു ഗോൾവൽക്കർ, അതാണല്ലോ MS ഗോൾവൽക്കർ, അദ്ദേഹം ഈ മറ്റേ പാകിസ്ഥാൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് വലിയ ഭീഷണിയായിരിക്കും എന്നൊക്കെ പലരും ഗുരുജിയോട് ചെന്ന് പറയുമായിരുന്നു. അപ്പോൾ അങ്ങനെ ഭീഷണി ഉണ്ടെങ്കിൽ തന്നെ അത് ചെറുക്കാനായിട്ട് ഗുരുജിയും സ്വയംസേവകരും രാജ്യമാകെ സഞ്ചരിച്ചു, ഹിന്ദുക്കളെയൊക്കെ ധീരതയോടുകൂടി നിൽക്കാൻ. അങ്ങനെ RSSന് പുതിയ വോളണ്ടിയേഴ്സിനെ, സന്നദ്ധഭടന്മാരെ കിട്ടി. ആ യാത്ര കൊണ്ട് ഈ അവിഭക്ത ഇന്ത്യയിൽ പഞ്ചാബിലെ മോൺഗോമറിയിൽ മുസ്ലിങ്ങൾക്കെതിരെ ആയുധമെടുത്താലോ എന്നൊരാലോചന ചിലർ ഗുരുജിയോട് ചെന്ന് ചോദിച്ചു. മുസ്ലിങ്ങളെ നമുക്ക് ആക്രമിച്ചാലോ ആയുധം എടുത്താലോ എന്ന്. അപ്പോൾ ഗുരുജി ഭഗവത്ഗീത ഉദ്ധരിച്ചു. ആത്മാവിന് അമരത്വമുണ്ട് എന്ന് പറയുന്ന ഭാഗമാണ് ഉദ്ധരിക്കുന്നത്. പേടിക്കേണ്ടതില്ല, പേടിക്കാതിരിക്കലാണ് ഏറ്റവും വലിയ ആയുധം എന്ന് ഗുരുജി പറഞ്ഞു. മറ്റുള്ളവരെ ഭീഷണിപ്പെടുത്താത്തവൻ, സ്വയം പേടിക്കാത്തവൻ, അവനെ ലോകം ഭയക്കുന്നു എന്ന് അദ്ദേഹം പറഞ്ഞു. മറ്റുള്ളവരെ ഭീഷണിപ്പെടുത്തുന്നില്ല, നമ്മളൊട്ട് പേടിക്കുന്നുമില്ല, അവരെയാണ് ലോകത്തിന് ഭയം എന്ന് ഗുരുജി പറഞ്ഞു. അതുകൊണ്ട് നമ്മൾ ആയുധമെടുത്ത് പഞ്ചാബിലെ മോൺഗോമറിയിൽ മുസ്ലിങ്ങളെ തുരത്താനല്ല നോക്കേണ്ടത് എന്ന് പറഞ്ഞു. 1948 ജൂലൈയിൽ അദ്ദേഹം സംഗ്രൂരിൽ ഇതുപോലെ ഹിന്ദുക്കൾക്ക് വേണ്ടി യാത്രയായി. ഈ സംഗ്രൂര് പഞ്ചാബില് സംശിഷ്ട വർഗ് അവിടെയാണ് നടത്തിയത് RSSന്റെ. അത് നടത്താനുള്ള കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ മസ്തുവാന സാഹിബ് ഗുരുദ്വാര കമ്മിറ്റി അദ്ദേഹത്തിനെ ക്ഷണിച്ചു. ഗുരുദ്വാര കമ്മിറ്റി സിഖുകാർ തന്നെ ക്ഷണിക്കുക. അങ്ങനെയാണ് അവിടെ സംഘശിക്ഷ വർഗ് നടത്തുന്നത്. പഞ്ചാബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാകിസ്ഥാനോട് ചേർന്ന് കിടക്കുന്ന മേഖലയല്ലേ, ഒരുപാട് ഭീഷണിയുള്ള സ്ഥലമാണ്. അവിടെ RSSന്റെ സംഘശിക്ഷ വർഗ് നടത്താന്ന് പറഞ്ഞ് സിഖുകാർ തന്നെ ഗുരുദ്വാര കമ്മിറ്റി തന്നെ ക്ഷണിച്ചു കൊണ്ടുപോവാണ്. എന്നിട്ട് അവിടെ ഗുരുജി പോയപ്പോൾ ആ കമ്മിറ്റിയുടെ നേതാവ് പറഞ്ഞു, ധർമ്മം സംരക്ഷിക്കാൻ വന്ന പുണ്യാത്മാവാണ് അദ്ദേഹം, ധർമ്മം സംരക്ഷിക്കാൻ വന്ന പുണ്യാത്മൻ. കിഴക്കൻ പാകിസ്ഥാനിൽ നിന്ന് ധാരാളം പേര് പലായനം ചെയ്ത് ബംഗാളിൽ എത്തി. 10 ലക്ഷം പേരോളം ഒക്കെ വന്നതായിട്ടൊക്കെ കണക്കുണ്ട് നമ്മുടെ ശ്യാമപ്രസാദ് മുഖർജിയുടെ രാജിക്കത്തിൽ. നെഹ്റു സർക്കാരിൽ നിന്ന് ബുദ്ധിയും വിവരമുള്ളവരൊക്കെ രാജിവെച്ചു പോയല്ലോ. ശ്യാമപ്രസാദ് മുഖർജി, KM മുൻഷി, അംബേദ്കർ, ജോൺ മത്തായി, ഇവരൊക്കെ ആദ്യമേ രാജിവെച്ചു പോയില്ലേ ഇടക്കാല സർക്കാരിൽ നിന്ന് തന്നെ. കിഴക്കൻ പാകിസ്ഥാനിൽ നിന്ന് പലായനം ചെയ്തവരെ ബംഗാളിൽ പോയി കണ്ടു അദ്ദേഹം. വാസ്തുഹാര സഹായത സമിതി ഉണ്ടാക്കി. വാസ്തുഹാര കേട്ടിട്ടുണ്ടല്ലേ? സിനിമയുടെ പേരിട്ട് അരവിന്ദന്റെ അഭയാർത്ഥി. അതെ. അപ്പോൾ പഞ്ചാബ് റിലീഫ് കമ്മിറ്റി അതും ഉണ്ടാക്കി. ഹിന്ദു സഹായത സമിതി ഇതൊക്കെ ഉണ്ടാക്കി. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സ്വാതന്ത്ര്യ സമരത്തിലൊക്കെ RSSന് ഒരു പങ്കുമില്ല എന്ന് പല ആളുകളും പറയാറില്ലേ, മാർക്സിസ്റ്റുകൾ സുഡാപ്പിയൊക്കെ. സ്വാതന്ത്ര്യ സമരത്തിൽ RSSന്റെ പങ്കൊക്കെ നമുക്ക് വേറെ എടുത്ത് ചർച്ച ചെയ്യാം. ഇപ്പൊ തന്നെ സൂചനകൾ കിട്ടിയല്ലോ. ഇനി അവിടെ ഗുരുജി ചെന്നപ്പോൾ, ഗോൾവൽക്കർ ചെന്നപ്പോൾ, ആ 18-ാം തീയതി ഒക്ടോബർ, ഹരിസിംഗും ഭാര്യയും അദ്ദേഹത്തിനെ സ്വീകരിച്ചു. ഇരുവരും ഗുരുജിയുടെ കാൽ തൊട്ട് വന്ദിച്ചു, രാജാവും റാണിയും. ഗുരുജി അവിടെ നിന്ന് ഈ ചർച്ചയ്ക്ക് ശേഷം ഗുരുജി പട്ടേലിനെ ഫോണിൽ വിളിച്ചു. സംഗതി നടന്നു, യെസ് എന്ന് പറഞ്ഞു. ഏൽപ്പിച്ച ദൗത്യം വിജയകരമായി പൂർത്തിയായി എന്ന് പറഞ്ഞു. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ 2 പുസ്തകത്തിൽ ഇത് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഗോവ വിമോചനം കുറെ കഴിഞ്ഞല്ലേ നടക്കുന്നത്, അതിൻ്റെ അകത്തും സംഘം പങ്കെടുത്തിട്ടുണ്ട്. വസന്തറാവു ഓക്കെ എന്ന് പറഞ്ഞ സ്വയംസേവകനെ ഗുരുജി തന്നെ ചുമതലപ്പെടുത്തുകയൊക്കെ ചെയ്തിരുന്നു ഗോവ വിമോചനത്തിൽ പങ്കെടുക്കാനായിട്ട്. അപ്പം ഇത് അധികമാരും ശ്രദ്ധിക്കാത്തൊരു അധ്യായമാണ് നമ്മൾ പറഞ്ഞത്.
അതെ, പട്ടേൽ തന്നെയാണ് ഇതിനകത്ത് മുൻകൈ എടുത്തതെന്നുള്ള കാര്യം ആർക്കും അറിയില്ലായിരുന്നു അല്ലേ? അതെ, പട്ടേൽ പിന്നീട് ഈ നമ്മുടെ ഗാന്ധിവധത്തിന് ശേഷമൊക്കെ പട്ടേലല്ലേ ആഭ്യന്തരമന്ത്രി, അതെ, RSSനെ നിരോധിക്കുന്നത് തന്നെ അദ്ദേഹം മനസ്സോടെയാണ് ചെയ്യുന്നത്. നെഹ്റുവിന്റെ നിർബന്ധമാണല്ലോ. നെഹ്റുവിന്റെ നിർബന്ധപ്രകാരമാണ് അല്ലേ ആ നിരോധനം ഉണ്ടാകുന്നത്. മാത്രമല്ല ഗാന്ധിവധത്തില് ആ പ്രോസിക്യൂട്ടറെ വിളിച്ചിട്ട് നെഹ്റു പറയുന്നുണ്ടല്ലോ, ആ സവർക്കറെ എങ്ങനെയെങ്കിലും അതിൽ കുടുക്കിയിടണം കേട്ടോ എന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും അറിയപ്പെടാത്ത ഒരു രഹസ്യം കൂടിയാണ് പ്രേക്ഷകർക്ക് മുമ്പിൽ നമ്മൾ ചർച്ച ചെയ്തത്. ഇനിയും ഇത്തരത്തിലുള്ള വ്യത്യസ്തമായ വിഷയങ്ങളും നമുക്ക് കൊണ്ടുവരാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.